മിക്കവാറും CBSE സ്കൂളുകളിൽ ഒരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറിൻ്റെ ജോലി എന്ന് പറയുന്നത് ഒന്നീ ഒരു ഗേറ്റ് വാച്ച്മാൻ ആയിരിക്കും, ഇല്ലെങ്കിൽ ഒരു ഡിസിപ്ലിൻ. പഠിച്ചുകൊണ്ട് നമ്മൾ വിചാരിച്ചിരുന്ന ആദ്യം ക്രിക്കറ്റും ഫുട്ബോളും ഒക്കെ തന്നെയാണ് സ്പോർട്സ്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ നമുക്കൊരു നല്ലൊരു ഗ്രൗണ്ട് പോലെ ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ നല്ലൊരു സ്പോർട്സ് കോംപ്ലക്സ് വരുന്നു. ഒരു ഗെയിം മാത്രമല്ല, ഇനി മൾട്ടി ഗെയിംസ് ആയിരിക്കും ഇവിടെ വരാൻ പോകുന്നത്. എന്നെ അതുവരെ ആർക്കും അറിഞ്ഞൂടാ, ഈ സ്കൂളിൽ പഠിക്കുന്ന ആർക്കും ഞാൻ ആരെന്ന് പോലും അറിഞ്ഞൂടാ. അങ്ങനെ അതിനുശേഷമാണ് അരുൺ സാർ വേണത്. എനിക്ക് ഇങ്ങനെ ഒരു കഴിവുണ്ടെന്ന് ആദ്യമായിട്ട് കാണുന്ന സാറാണ്. ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, കോച്ചിങ് ചെയ്യാൻ തുടങ്ങിയത്. ഞാൻ ആ പഴയ രീതിയിലോട്ട് കളിക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്കാണ് എനിക്ക് സത്യം ഇഞ്ചറി പറ്റിയത്. ലിഗമെന്റ് ഇഞ്ചറിയാണ് എനിക്ക് പറ്റിയത്. ഹരി ഓം. ഞാൻ ഈ സ്കൂളിൽ ജോയിൻ ചെയ്തതിന് ശേഷം ഞാൻ എടുക്കുന്ന ഒരു ഫസ്റ്റ് റെഗുലർ കോച്ചിങ് പ്രോഗ്രാം അത് സ്റ്റാർട്ട് ചെയ്ത് നിങ്ങളുടെ ബാച്ച് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. അപ്പോൾ ഇവിടെ പഠിക്കുമ്പം തന്നെ നമ്മളൊരു 2 വർഷത്തെ എഫേർട്ട് എടുത്തിട്ടാണ് നമ്മൾ ആദ്യമായിട്ട് അച്ചീവ്മെൻറ്റ് എന്ത് ചെയ്യാൻ തുടങ്ങി, സ്കോർ ചെയ്യാൻ തുടങ്ങി. അതായത് നിങ്ങൾ 8ൽ പഠിക്കുന്ന സമയത്ത് സ്റ്റാർട്ട് ചെയ്തു, 2 വർഷം നമ്മൾ കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്തു. നിങ്ങളൊരു 10ാം ക്ലാസ് ആയ സമയത്ത് നമ്മൾ ട്രിവാൻഡ്രം ഡിസ്ട്രിക്ട് ഇൻ്റർ സ്കൂൾ ഹാൻഡ്ബോളും സബ് ജൂനിയർ ഹാൻഡ്ബോളും നമ്മൾ ട്രിവാൻഡ്രം ചാമ്പ്യന്മാരായി. അതിലൂടെ നിങ്ങൾ പലർക്കും കേരള ടീമിലും തിരുവനന്തപുരം ജില്ലാ ടീമിലൊക്കെ സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങളിപ്പം ഡിഗ്രി PG ലെവലിൽ പഠിക്കുന്നവരാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള നിങ്ങളുടെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം. ഞാനിപ്പം കറൻ്റ്ലി സാറ് പഠിപ്പിച്ച് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇവിടെ നിന്ന് കിട്ടിയ ഒരു ബേസ് കൊണ്ട് തന്നെയാണ് നമ്മളാദ്യം പഠിച്ചുകൊണ്ട് നമ്മൾ വിചാരിച്ചിരുന്ന ആദ്യം ക്രിക്കറ്റും ഫുട്ബോളും ഒക്കെ തന്നെയാണ് സ്പോർട്സ്. അതല്ലാതെ അതിനപ്പുറത്തൊരു സ്പോർട്സ് ഉണ്ടെന്ന് വിചാരിച്ചിട്ടില്ലായിരുന്നു. പിന്നെ ഇവിടെ 5ാം ക്ലാസ് ഞാൻ ഒരു 7 തുടങ്ങുമ്പോഴാണ് സാറ് പറഞ്ഞത്. സാറ് വന്നിട്ടാണ് ഇങ്ങനെ ആദ്യമായിട്ട് പറഞ്ഞത് ഹാൻഡ്ബോളുണ്ട്, ഇങ്ങനെ ഗെയിമുണ്ട്, ഇറങ്ങണം. നിങ്ങൾ പോകുമെന്ന് പറഞ്ഞ് ഇറങ്ങി. അങ്ങനെ ഗെയിമിലോട്ട് വന്നു. പിന്നെ 10ാം ക്ലാസ് ആയപ്പം സാറ് പറഞ്ഞു നമ്മൾ 2 ചാമ്പ്യൻഷിപ്പ് അടിച്ചു, ട്രിവാൻഡ്രം ടീം കേരള ടീമൊക്കെ കിട്ടി. അത് കഴിഞ്ഞ് പിന്നെ ഒരു ടൈം ലോക്ക്ഡൗൺ ടൈമായിരുന്നു. അപ്പോൾ ആ സമയത്ത് അധികം ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെയും സാറുമായിട്ടുള്ള കോൺടാക്ട് ചെയ്യുന്നുണ്ട്. സാറ് എന്നെ ആദ്യമായിട്ട് വിളിച്ചിട്ട് പിന്നെയും പറഞ്ഞു ഇങ്ങനെ സെലക്ഷൻ ഉണ്ട്, ഇറങ്ങുന്നുണ്ടാന്ന് വെച്ചാൽ അങ്ങനെ നമ്മൾ പോയി സെലക്ഷൻ ഇറങ്ങി. ഞാൻ ട്രിവാൻഡ്രം ടീം ചാമ്പ്യനായി, പിന്നെ 2ാമത്. പിന്നെ അതിനുശേഷം എനിക്കൊരു ഇഞ്ചറി ആയിരുന്നു. ഇഞ്ചറി ടൈമും അങ്ങനെ കുറച്ച് കാര്യമൊന്നും ചെയ്യാൻ പറ്റാതെ പോയി. പിന്നെ ഇഞ്ചറി കഴിഞ്ഞ് പിന്നെ റിഹാബിറ്റായി, അതിൻ്റേതായ ഒരു എല്ലാം കഴിഞ്ഞ് പിന്നെ വന്നിട്ട് ഞാൻ കയറുന്ന ക്രൈസ്റ്റ് കോളേജിലാണ്. ക്രൈസ്റ്റ് കോളേജിൽ കളിച്ച് അവിടെയും ഇൻ്റർ കോളേജ് കളിച്ച് ഞാൻ 3rd പ്രൈസ് എത്തിക്കാൻ പറ്റി. അത് തന്നെയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. ഞാനിപ്പോൾ PG ആണ് പഠിക്കുന്നത്. അപ്പോൾ എനിക്ക് PG സ്പോർട്സ് കോട്ട കിട്ടിയതിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ 3rd കിട്ടുന്നതാണ്. അന്ന് ഞാൻ ഹാൻഡ്ബോൾ പഠിച്ചുകൊണ്ടാണ് എനിക്കിപ്പോൾ ഇത്ര നല്ലൊരു കോളേജിൽ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ തന്നെയാണ് എനിക്ക് മെയിനായിട്ട് സ്പോർട്സിൽ നിന്ന് കിട്ടിയൊരു അച്ചീവ്മെൻറ്റ്. സ്പോർട്സ് തന്നെയാണ് എനിക്ക് മെയിനായിട്ട് എന്നുള്ള അച്ചീവ്മെൻറ്റ്സ് ഉള്ളത്. ഹായ്, എൻ്റെ പേര് പ്രണവ്. ഞാൻ ഇവിടെ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന നേരത്തായിരുന്നു ഇവിടെ ഹാൻഡ്ബോൾ എന്ന് പറഞ്ഞ ഒരു ഇത് തുടങ്ങിയത്. അപ്പം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ആദ്യത്തെ ദിവസം നമ്മളിവിടെ ഗ്രൗണ്ടിൽ ഫുട്ബോൾ കളിച്ചിട്ട് ഇങ്ങനെ കയറി വരികയായിരുന്നു ഞാൻ. ആ സമയത്തായിരുന്നു സാറിങ്ങനെ പറഞ്ഞത് എൻ്റെ അടുത്ത്, നാളെ രാവിലെ പ്രാക്ടീസ് ഉണ്ട്, വരണമെന്ന്. അപ്പോൾ എനിക്ക് അറിഞ്ഞൂടെ എന്തിനാണ് സാറ് വിളിച്ചതെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടെയായിരുന്നു. അപ്പോഴാണ് കൂടുതലായിട്ട് ഞാൻ ചേട്ടാ എന്തിനാണ് വിളിച്ചത്, അപ്പോഴാണ് പറയുന്നത് സാറിങ്ങനെ ഹാൻഡ്ബോളിനുള്ളൊരു ടീമാണ് എന്ന്. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ഈ ഒരു ഗെയിമിനെ പറ്റി കേൾക്കണതും അറിയണം, ഹാൻഡ്ബോൾ എന്തോന്നാണെന്നൊക്കെ. അങ്ങനെ ഞാൻ എൻ്റെ 9ാം ക്ലാസ്സിലാണ് ആ ജേണി തുടങ്ങിയത്. 10ൽ എനിക്കത് കാരണം സബ് ജൂനിയർ കളിക്കാൻ പറ്റി. അത് കഴിഞ്ഞ് +1 ഞാൻ ഈ സ്കൂളിന് വേണ്ടി ഇൻ്റർ സ്കൂൾസിന് ഒരു പൊസിഷൻ നേടി കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കൊറോണ ടൈമായിരുന്നു. പിന്നെ കൊറോണ കഴിഞ്ഞ് എൻ്റെ +2 സ്കൂൾ മൊത്തം കഴിഞ്ഞതിന് ശേഷം ഞാൻ അടുത്ത് ഡിഗ്രിക്കായിരുന്നു പോയത്. ആ സമയത്ത് ഇവിടെ നിന്ന് അന്ന് കളിച്ച സർട്ടിഫിക്കറ്റ് വെച്ച് കാരണമാണ് ഞാൻ കേരള സ്പോർട്സ് കൗൺസിലിൻ്റെ സ്പോർട്സ് ഹോസ്റ്റലിൽ ഒരു ഇത് കിട്ടി. അതിനുശേഷം ഞാൻ ജൂനിയർ ട്രിവാൻഡ്രം ബോയ്സിന് റെപ്രസെൻ്റ് ചെയ്ത് ട്രിവാൻഡ്രം ടീമിന് ഗോൾഡ് മെഡൽ ഒരു ഇത് കിട്ടി. പിന്നെ അതേ കൊല്ലം തന്നെ എനിക്ക് 2 നാഷണൽസ് കളിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു, നാഷണൽസിൽ. പിന്നെ അതുകൂടാതെ ഇവിടെ നിന്ന് തന്നെയാണ് ഞാൻ ഏകദേശം എൻ്റെ എല്ലാം ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അതിന് മെയിനായിട്ട് ഒരാൾ സാറാണ്. പിന്നെ അതേ കണക്കാണ് ത്രോ ബോൾ എന്ന് പറഞ്ഞൊരു ഗെയിം. അതെനിക്ക് തോന്നുന്നു ഇവിടെ സാറാണ് ഈ സ്കൂളിൽ ആദ്യമായിട്ടൊരു ഇങ്ങനെ ഗെയിം കൊണ്ടുവരണതും ഇത്രയും പിള്ളേർക്ക് ഇവിടെ നിന്നൊരു പൊസിഷൻ എത്താൻ പറ്റിയത് സാറ് കാരണമാണ്. ഇപ്പോൾ നിങ്ങൾ
പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ നമുക്കൊരു നല്ലൊരു ഗ്രൗണ്ട് പോലെ ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ നല്ലൊരു സ്പോർട്സ് കോംപ്ലക്സ് വരുന്നു. ഇത് നമ്മൾ ഇപ്പോൾ പഠിക്കുന്ന പിള്ളേർക്ക് ഭയങ്കര ഒരു അഡ്വാൻറ്റേജാണ്. അതായത് ഒരു ഫെസിലിറ്റീസ് ഇല്ലായിരുന്ന സമയത്ത് നിങ്ങളെ പഠിപ്പിച്ചു നമ്മൾ നല്ല ഒരു അച്ചീവ്മെൻറ്റ് നമുക്ക് സ്വന്തമാക്കാൻ പറ്റിയിട്ടുണ്ട്. അതായത് നിങ്ങൾ പലരും കേരള ടീമിനെ റെപ്രസെൻ്റ് ചെയ്ത് കളിച്ചിട്ടുണ്ട്. ഇപ്പോൾ സ്പോർട്സ് കോംപ്ലക്സ് ഉടനെ ഫെബ്രുവരിയിലാണ് അതിൻ്റെ ഉദ്ഘാടനം. സ്വരൂപാനന്ദ സ്വാമിജിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പം ഭയങ്കര ഒരു അഡ്വാൻറ്റേജാണ് ഈ സ്കൂളിൽ കിട്ടാൻ പോകുന്നത്. അപ്പോൾ അതിനെപ്പറ്റി നിങ്ങളുടെ ഒരു അഭിപ്രായം? നമ്മൾ സത്യം പറഞ്ഞാൽ അതിൻ്റെ ഒരു ത്രില്ലിലാണ്. ആദ്യമായിട്ട് ഇങ്ങനെ വന്നിട്ടൊരു കാര്യം കാണുമ്പോൾ തന്നെ അയ്യോ നമ്മൾ കളിച്ച ഗ്രൗണ്ട് വെച്ച് നോക്കും പിള്ളേർക്ക് ഇനി അങ്ങോട്ടുള്ളവർക്ക് ഭയങ്കര ലക്കാണ്. കാരണം ഒരു ഗെയിം മാത്രമല്ല, ഇനി മൾട്ടി ഗെയിംസ് ആയിരിക്കും ഇവിടെ വരാൻ പോകുന്നത്. എല്ലാ ഗെയിമിനുള്ള ഫെസിലിറ്റീസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അത് വന്നു കഴിയുമ്പോൾ തന്നെ അതിനൊരു ഭയങ്കര അഡ്വാൻറ്റേജ് ആയിരിക്കും. നമുക്ക് ഒരു 2-3 ഗെയിമിൽ ഒതുങ്ങിയത് ഇനി അങ്ങോട്ട് മെഡലുകൾ ചിന്മയ്ക്ക് നല്ല രീതിക്ക് വാരിക്കൂട്ടാൻ സാധിക്കും. ഇത് വന്നു കഴിഞ്ഞാൽ ഗ്രൗണ്ട് വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ഭയങ്കര ഒരു ഹൈ അഡ്വാൻറ്റേജ് ആയിരിക്കും. പിന്നെ സാറും കൂടെ ഉള്ളതുകൊണ്ട് അതിനനുസരിച്ച് നന്നായിട്ട് ഇത് പോകും. ഇവിടെ ഞാൻ കുറച്ച് ദിവസം ഒരു വെക്കേഷനിൽ സമ്മർ ക്യാമ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ എനിക്കറിയാം ഇവിടുത്തെ നല്ല നല്ല പൊട്ടൻഷ്യലുള്ള നിറയെ പിള്ളേരുണ്ട് ഇവിടെ. അപ്പോൾ അവർക്കാർക്കും ആ സമയത്തൊന്നും ഇവിടെ നല്ലൊരു ഗ്രൗണ്ട് കൂടി ഇല്ലായിരുന്നു. അപ്പോൾ അവർ മാക്സിമം ഫുൾ പൊട്ടൻഷ്യൽ എടുക്കുക. ഇപ്പം നമുക്ക് പറഞ്ഞാൽ തന്നെ നല്ലൊരു ഗ്രൗണ്ട് ഇല്ല. ആ സമയത്തൊരു ഗ്രൗണ്ട് ഇല്ലായിരുന്നു, മെയിനായിട്ടൊരു ഗ്രൗണ്ട് ഇല്ല. അപ്പോൾ ഈ ഗ്രൗണ്ട് ഇല്ലാത്തതുകൊണ്ട് പിള്ളേർക്ക് ഇഞ്ചുറി ആവും എന്നുള്ള പേടി കാരണം കുറേ പേര് തന്നെ ബാക്കൗട്ട് ചെയ്തും കളി പകുതി വെച്ചൊക്കെ നിർത്തിപ്പോയിട്ടുണ്ട്. ഇപ്പം ഇനിയിപ്പോൾ ഈ സ്പോർട്സ് കോംപ്ലക്സ് വരുന്നതോടെ അത് ഒരു മാറ്റം വരും. എന്തായാലും നിറയെ പിള്ളേർ നാഷണൽസും നല്ലൊരു പൊസിഷനിലെത്തും. ഇപ്പോൾ ഇവിടെ ഇന്ത്യ ചിന്മയ കോമ്പറ്റീഷൻ സ്പോർട്സ് കോമ്പറ്റീഷൻസ് ഒരുപാടുണ്ട്. സിസാം, ഖേൽ മേള, ഖേൽ മിലൻ. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് നല്ല കുട്ടികളെ സെലക്ട് ചെയ്യാൻ ഇങ്ങനെയുള്ള കോമ്പറ്റീഷൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് ഒരുപാട് കുട്ടികളെ കണ്ടെത്താൻ പറ്റിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികളെയാണ് നമ്മൾ മാക്സിമം ഹാൻഡ് ആയാലും ത്രോ ബോൾ ആയാലും എല്ലാ ഇവൻറ്റിനും നമ്മൾ പങ്കെടുപ്പിച്ചുകൊണ്ടിരുന്നത്. അവർക്ക് ട്രെയിനിങ് കൊടുത്ത് നമ്മൾ കൊണ്ടുപോയി. ഇപ്പോൾ അങ്ങനെ അല്ല, നമ്മൾ നല്ല കഴിവുള്ള കുട്ടികളെ കണ്ടെത്തി നമുക്ക് അവരെയാണ് നമ്മളിപ്പോൾ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് മുൻ വർഷങ്ങളെയും കാട്ടി കൂടുതൽ അച്ചീവ്മെൻറ്റ് ഇപ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ. പിന്നെ നമ്മൾ മെയിനായിട്ട് വരുന്ന കുട്ടികൾക്കും ബെനിഫിറ്റ് ഉണ്ടാകുന്ന രീതിയിലുള്ള കോമ്പറ്റീഷൻസാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതായത് ഒന്നീ കേരള സ്പോർട്സ് കൗൺസിൽ അംഗീകരിച്ച ഗെയിമായിരിക്കണം, അല്ലെങ്കിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അംഗീകരിച്ച ഗെയിമായിരിക്കും, ഇല്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ അംഗീകരിച്ച ഗെയിമായിരിക്കും, ഇല്ലെങ്കിൽ ഓൾ ഇന്ത്യ യൂണിവേഴ്സിറ്റി അംഗീകരിച്ച ഗെയിമായിരിക്കും. ഇതിലേതെങ്കിലും ഒരു സംഘടന അംഗീകരിച്ച ഗെയിമാണ് ഞാൻ ഇവിടെ കൂടുതലും പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റ് കൊണ്ട് മാത്രമേ നിങ്ങൾക്ക് സ്പോർട്സ് കോട്ടോ അഡ്മിഷന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ അതുകൊണ്ടുള്ള ബെനിഫിറ്റ് കിട്ടാറുള്ളൂ. അത് ആ ഒരു ഇതിൽ പോയാൽ മാത്രമേ നിങ്ങൾക്ക് ജില്ലാ തലം, സംസ്ഥാന മത്സരങ്ങൾ, നാഷണൽ ലെവൽ, അത് കഴിഞ്ഞിട്ട് ഇൻ്റർനാഷണൽ. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ നിലവിൽ നമ്മളൊരു നാഷണൽ ലെവൽ വരെയുള്ള പ്ലെയേഴ്സ് ഇവിടെ നിലവിലുണ്ട്. ഇപ്പോൾ നമ്മളിനി അടുത്ത ലെവലിലോട്ട് ഈ ഒരു ഗ്രൗണ്ട് നല്ല രീതിയിൽ കിട്ടുന്നതോടുകൂടി നമ്മൾ ആ ഒരു ഇതിലോട്ട് ഉടനെ താമസിക്കാതെ അതുപോലെ വലിയ സമയം എടുക്കാറില്ല. അതിന് മുന്നേ നമ്മൾ ഒരു ഇൻ്റർനാഷണൽ പ്ലെയേഴ്സിനെ ബിൽഡ് ചെയ്യാൻ ആ ഒരു എയിം നമ്മൾ വയ്ക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങളുടെ എന്തെങ്കിലും ഒരു സജഷൻസ് പറയാം? അത് തന്നെയാണ് മെയിനായിട്ട് നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണല്ലേ. നമ്മൾ ആ ഒരു ടൈമിൽ നമ്മൾ കളിച്ച ടൈമിൽ നമുക്ക് അതേപോലെയുള്ള ഭയങ്കര ഫെസിലിറ്റീസ് ഇല്ലെങ്കിലും നമ്മളുള്ള ഫെസിലിറ്റീസിൽ മാക്സിമം നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. അതുപോലെ ആ പറഞ്ഞൊരു വലിയൊരു പോയിൻ്റാണ് സാറ് പറഞ്ഞത്. നമുക്കിപ്പോൾ പ്ലെയേഴ്സിന് അങ്ങോട്ട് പോയി ഓരോ പൊട്ടൻഷ്യൽ അനുസരിച്ച് കണ്ടുപിടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഇതാണ്. എല്ലാവർക്കും വന്ന് ഇപ്പോൾ ഈ മറ്റേ ഇൻട്രോവേർട്ട് അങ്ങനെയൊക്കെയുള്ള പിള്ളേരൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ വന്ന് കളിക്കണമെന്നില്ല. നമ്മൾ അങ്ങോട്ട് പോയി ആ ഒരു ഫിഗർ ഔട്ട് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയൊരു കാര്യം തന്നെയാണ് അല്ലേ? അതെ. അപ്പം അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പം നമുക്കത് ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് ആയിരിക്കും. അപ്പോൾ അതേപോലെ അതിനനുസരിച്ചുള്ള പിള്ളേർ വളരെയും ചെയ്യാൻ അവർക്ക് നാഷണൽസും കളിക്കാനും പറ്റും. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നിങ്ങളെ ഇത് പറയാനും കാരണം, ഞാൻ ആദ്യമായിട്ട് ഒരു അച്ചീവ്മെൻറ്റ് വേണമെന്ന് പറഞ്ഞ് സെലക്ട് ചെയ്ത് കോച്ചിങ് തന്ന ഒരു ഗ്രൂപ്പാണ് നിങ്ങൾ. അത് നിങ്ങളുടെ സൈഡിൽ നിന്ന് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. അതായത് ആ സമയത്ത് നമ്മൾ രാവിലെ 7 മണിക്കാണ് നമ്മൾ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ മിക്കവാറും എല്ലാ ദിവസവും നിങ്ങൾ രാവിലെ പാർത്ഥീവ് എന്നെ വിളിക്കാറുണ്ട്, സാർ ഇന്ന് വരുവേ സാർ. അപ്പോൾ അതായത് നിങ്ങളുടെ ആ ഒരു ഇൻട്രസ്റ്റാണ് നമുക്കിതിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ചെയ്യാൻ പറ്റും നല്ല രീതിയിൽ കോച്ചിങ്. അപ്പോൾ നിങ്ങളെ സൈഡിൽ നിന്ന് ഒരു പോസിറ്റീവ് കിട്ടുന്നതാണ് നമ്മൾ വീണ്ടും ആ ഒരു എഫേർട്ട് കൂടുതൽ ഇടുന്നത്. അപ്പോൾ നിങ്ങൾ ഫ്രീ പീരീഡ് കിട്ടുന്ന സമയമാണെങ്കിൽ പോലും വന്ന് ഹാൻഡ് ബോൾ കളിച്ചോട്ടാന്ന് ചോദിച്ചും നിങ്ങൾ കളിക്കാറുണ്ട്. പിന്നെ നമ്മളുടെ ആ ഫെസിലിറ്റീസ് ഇല്ലാത്തത് നമുക്കൊരിക്കലും ഒരു കുറവായിട്ട് നമുക്കത് തോന്നിയിട്ട് പോലുമില്ല. അതായത് അവിടെ എന്ത് ഇതുണ്ടെങ്കിലും നിങ്ങളത് ഉടനെ നിങ്ങൾ തന്നെ എഫേർട്ട് എടുത്ത് നിങ്ങൾ ആ ഗ്രൗണ്ട് കോർട്ട് മാർക്കിംഗ് ആയിരുന്നാലും
അവിടെ എന്തെങ്കിലും മണ്ണിട്ട് ഫില്ല് ചെയ്യാനുണ്ടെങ്കിൽ എന്ത് ഇതുണ്ടെങ്കിലും നിങ്ങൾ തന്നെയാണ് അത് ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ ആ ഒരു എഫേർട്ട് സത്യം പറഞ്ഞാൽ അത് തന്നെയാണ് എൻ്റെ ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ സാറിന് വരൂ എന്ന് ചോദിച്ചിട്ട്, അപ്പോൾ ഞാനിപ്പം വരാൻ മടിച്ച് കിടന്നാൽ പോലും ഞാൻ എന്ത് ചെയ്യും, ഞാൻ റെഡിയായി എന്ത് ചെയ്യും വരും. അപ്പോൾ ഇവിടെ വരുമ്പോൾ എന്തെങ്കിലും 10-30ഓളം പിള്ളേർ ഉറപ്പായിട്ട് ഇവിടെ ഉണ്ടാകും. അപ്പോൾ നമ്മൾ ആ പ്രാക്ടീസ് കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ഫ്രഷായി നിങ്ങളുടെ ക്ലാസ്സിലൊക്കെ പോകുന്നത്. അത് എനിക്ക് ഒരിക്കലും അത് മറക്കാൻ, ഇപ്പോൾ ഉള്ള പിള്ളേരെക്കാട്ടി കൂടുതൽ എനിക്കതൊരു ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ മാക്സിമം അവർക്കെല്ലാ ചാൻസും നമ്മൾ എന്ത് ചെയ്യുന്നു, റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. മുമ്പ് അങ്ങനെയല്ല, നമുക്കൊരു ഇതുമില്ല, നിങ്ങളൊരു എഫേർട്ട് കൊണ്ട് മാത്രമാണ് അത് നല്ല രീതിയിൽ പോയത്. അപ്പം നിങ്ങളുടെ ആ ഒരു ടാലൻറ്റ് കൊണ്ട് തന്നെയാണ് നമുക്ക് ഈ സ്റ്റേറ്റ് സ്കൂളുകളൊക്കെ അത് ഫൈറ്റ് ചെയ്ത് നമുക്ക് ജയിക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കളിച്ചു തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ അറിയാം, നേമ സ്കൂള്, ഉഴമലക്കൽ സ്കൂള്, പിന്നെ കിളിമാനൂർ സ്കൂളൊക്കെ, അവരൊക്കെ സ്റ്റേറ്റ് സ്കൂൾ ഗെയിംസിൽ നാഷണൽസ് കളിച്ച പ്ലെയേഴ്സുണ്ട്. നമ്മൾ അവരുമായിട്ട് ഫൈറ്റ് ചെയ്ത് ആ സമയത്ത് നമുക്കൊരു നാഷണൽ പ്ലെയേഴ്സോ ഒരു സ്റ്റേറ്റ് പ്ലെയേഴ്സോ ഇല്ല, എന്നിട്ട് പോലും നമ്മൾ അവരുമായിട്ട് ഫൈറ്റ് ചെയ്ത് നമ്മൾ വിൻ ചെയ്ത്. സത്യം പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് ടൂർണമെൻറ്റ് കളിക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ ജയിക്കുമെന്ന് പോലും നമുക്കൊരു പ്രതീക്ഷ പോലും ഇല്ലാതെ നമ്മൾ പോകുന്നത്. പക്ഷേ ആ ഒരു ഒറ്റ ടൂർണമെൻറ്റ് കൊണ്ട് തന്നെയാണ് നമ്മൾ തിരുവനന്തപുരം ജില്ലയിൽ അറിയപ്പെടുന്ന രീതിയിൽ നമ്മൾ മുന്നോട്ട് വന്നത്. അതിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരിക്കലും മറക്കാനാവാത്ത, സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു കോച്ചിങ് കരിയർ എടുക്കുകയാണെങ്കിൽ ഏറ്റവും ഒരു ബെസ്റ്റ് ടൈം എന്ന് വേണമെങ്കിലും പറയാം. ഇപ്പോൾ അതേപോലെ അച്ചീവ്മെൻറ്റ് കിട്ടുന്നുണ്ട്, എന്നാൽ പോലും നിങ്ങൾ പഠിക്കുന്ന സമയത്തെടുത്തൊരു എഫേർട്ട് ഇപ്പോൾ എനിക്ക് ഇടേണ്ട ആവശ്യമില്ല. വെച്ചാൽ ഓൾറെഡി മുൻ വർഷങ്ങളിൽ കളിച്ച പ്ലെയേഴ്സിനെ കണ്ട് താഴെയുള്ള കുട്ടികൾ പഠിക്കുന്നുണ്ട്. നിങ്ങളെ പഠിപ്പിക്കുന്ന സമയത്ത് അങ്ങനെയല്ല, നിങ്ങൾക്ക് ആ ഒരു ഗെയിം എന്താണെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ എന്ത് ചെയ്യും, ഞാൻ തന്നെ നിങ്ങളെ കൂടെ ഇറങ്ങി കളിക്കേണ്ടി വരും. നല്ല രീതിയിൽ കറക്റ്റായിട്ട് നിങ്ങളുടെ ഒരു ഇൻട്രസ്റ്റ് കൊണ്ട് മാത്രം തന്നെയാണ് നമുക്കൊരു അച്ചീവ്മെൻറ്റ് സ്കോർ ചെയ്യാൻ പറ്റിയത്. ഇപ്പം സാറ് പറഞ്ഞ പോലെ എന്നെ ഒരു 8ാം ക്ലാസ്സിലാണ്, എട്ടിലാണെന്ന് തോന്നുന്നു സാർ ഇവിടെ ആദ്യമായിട്ട് വരുന്നത്. അപ്പോൾ അതിന് മുന്നേ വരണ PT സാറെല്ലാവരും കൂടിപ്പോയ PT പീരീഡ് ആകുമ്പം ഗ്രൗണ്ടിൽ കൊണ്ടുവരികയും ഒരു ബോളും ബാറ്റും തരും, ക്രിക്കറ്റ് കളിക്കുക അല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യും, പിള്ളേരെ ഓടിക്കളിക്കുക, അങ്ങനെയൊക്കെ അതായിരുന്നു മെയിനായിട്ട് നമ്മളെ PT പീരീഡ്. അപ്പം ഈ ഗ്രൗണ്ട് വന്നതിന് ശേഷമാണ് ആദ്യം ഇവിടെ ഒരു ഗ്രൗണ്ട് ഇല്ലായിരുന്നു, ഇതായിരുന്നു നമ്മളെ ഗ്രൗണ്ട്, ഈ ഓഡിറ്റോറിയം ആയിരുന്നു ആദ്യത്തെ ഗ്രൗണ്ട്. അപ്പോൾ അതിന് ശേഷമാണ് ഇതിൻ്റെ താഴെ കുറച്ച് സ്ഥലം ഗ്രൗണ്ടായിട്ട് ചെയ്തതും. ആ സമയത്താണ് ഇവിടെ PT സാർ ആദ്യം സാർ ഇവിടെ ആദ്യം ഒരു PT സാറായിട്ട് വരുന്നത്. അപ്പം അതിനുശേഷമാണ് എനിക്ക് തോന്നുന്നത് എന്നെ അതൊരു ആർക്കും അറിഞ്ഞൂടാ, ഈ സ്കൂളിൽ പഠിക്കുന്ന ആർക്കും ഞാൻ ആരെന്ന് പോലും അറിഞ്ഞൂടാ. അങ്ങനെ അതിനുശേഷമാണ് അരുൺ സാർ വരുന്നത്. അരുൺ സാർ പറയും എന്നെ ആദ്യമായിട്ട് വിളിക്കുന്ന അത്ലറ്റിക്സിനാണ്, സഹോദരിക്ക് വേണ്ടി അത്ലറ്റിക്സിന് ലോങ് ജമ്പ് എന്നൊരു ഇവൻറ്റ് ചെയ്യാനാണ് സാർ ആദ്യമായിട്ട് എന്നെ വിളിക്കുന്നത്. അന്നാണ് സാറ് കണ്ടത് എനിക്കിങ്ങനൊരു കഴിവുണ്ടെന്ന് ആദ്യമായിട്ട് കാണുന്ന സാറാണ്. അപ്പം എല്ലാവരും പറഞ്ഞ് ഇങ്ങനൊരു കൊച്ചുണ്ട് എന്ന് പറയുന്നതും ആദ്യം സാറാണ്. അത് എനിക്കിപ്പോൾ ആദ്യം പറയാനുള്ളത് കണക്കാണ്. നമ്മൾ ആദ്യത്തെ ഒരു ടൂർണമെൻറ്റ്, അത് അന്ന് എന്തോ കാരണങ്ങൾ എനിക്ക് കളിക്കാൻ പറ്റിയില്ലായിരുന്നു ആദ്യത്തെ ആ ദിവസത്തെ ടൂർണമെൻറ്റ്. എനിക്കത് നല്ല വിഷമമുണ്ടായിരുന്നു, കാരണം അത്രയും ദിവസം നമ്മളിവിടെ ക്യാമ്പ് എടുക്കുകയും ഞാൻ നല്ല എല്ലാത്തിനും ഉണ്ടായിരുന്നു. അപ്പം ആ ടൂർണമെൻ്റ് അന്ന് എനിക്ക് വരാൻ പറ്റിയില്ല. അന്ന് നമ്മളെ ടീം തോക്കുകയും ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് അടുത്ത കൊല്ലം ഞങ്ങൾ ആ ടൂർണമെൻറ്റ് കളിക്കുകയും സെക്കൻഡ് അടിക്കുകയും ചെയ്തു ആ ടൂർണമെൻറ്റ്, അതേ സെയിം ടൂർണമെൻറ്റ്. അതേ കണക്ക് തന്നെ ആ ഒരു ദിവസം നമുക്ക് പറയാൻ പറ്റില്ല, അത്രയ്ക്ക് വലിയ സന്തോഷമായിരുന്നു നമ്മൾ ആ ഒരു പൊസിഷൻ അടിച്ചത്. കാരണം ആദ്യത്തെ വട്ടം 121 സ്കോറിന് എന്തോ ആണ് നമ്മൾ തോറ്റത്. അതിനുശേഷമാണെന്ന് തോന്നുന്നു നമ്മളൊരു എല്ലാവരും ഒരു ഇതായത്. കാരണം അന്ന് ആ ടൂർണമെൻറ്റിന് എനിക്ക് തോന്നുന്നത് നമ്മളെല്ലാവരും ഒന്ന് ഡൗൺ ആയി, കാരണം ഇത്രയും ദിവസത്തെ ക്യാമ്പ് എടുത്തിട്ടും നമ്മൾ അത്രയും മോശപ്പെട്ട ഒരു രീതിക്കാണ് തോറ്റത്. അപ്പം അതിനുശേഷമാണ് ഏകദേശം എനിക്ക് തോന്നുന്നു എല്ലാവരും കുറച്ചുകൂടെ എഫക്റ്റ് ഇടാൻ തുടങ്ങിയതും, രാവിലെ കറക്റ്റായിട്ട് വരാനും എല്ലാവരും കുറച്ചുകൂടെ എഫക്റ്റ് ഇടുകയും. പിന്നെ അതിനുശേഷം പറഞ്ഞ എല്ലാ ടൂർണമെൻറ്റും നമ്മൾ പൊസിഷനാണ് വന്നിട്ടുള്ളത്, എല്ലാത്തിനും പൊസിഷനേ വന്നിട്ടുള്ളൂ. അതായത് ഇപ്പം ഇൻ്റർ സ്കൂളായിട്ടും ഡിസ്ട്രിക്റ്റിൻ്റെ ലെവൽ ടൂർണമെൻ്റ് ആയാലും എല്ലാം പൊസിഷനാണ് വന്നുകൊണ്ടിരുന്നത്. പറഞ്ഞ പോലെ നമുക്കൊക്കെ ഒരു പ്രൈം ടൈം എന്ന് പറയുന്ന സമയം, അത് സാറ് പറഞ്ഞ പോലെ തന്നെ നമുക്കും ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സമയം തന്നെയാണ് ഈ 8 തൊട്ട് 10 വരെയുള്ള കോച്ചിങ്. പക്ഷെ അതിൽ ഞാൻ 10ാം ക്ലാസ് പഠിക്കുന്ന സമയമാണ് എനിക്ക് ഏറ്റവും നല്ലൊരു ടൈം. എൻ്റെ മെയിനായിട്ട് എൻ്റെ വീട്ടിലെന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ 10ൽ പഠിക്കുന്ന, അപ്പം അച്ഛനെ കുറച്ച് പ്രശ്നമുണ്ട്. അച്ഛൻ പറയുന്നത് കളിച്ചിട്ട് കാര്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും സാറും മാമൊക്കെ സംസാരിച്ചിട്ടൊക്കെയാണ് എന്നെ വീട്ടിൽ നിന്നൊക്കെ വിട്ടിട്ടുള്ളത്.
അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എനിക്ക് ആ വർഷത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതേപോലെ പ്രണവ് പറഞ്ഞല്ലോ, നമ്മൾ ആദ്യമായിട്ട് കളിച്ച ടൂർണമെൻറ്റ് നമ്മൾ കുറച്ചും ഡൗണായി, നമ്മൾ അങ്ങനെ ആ സീരിയസ്നെസ്സിലല്ല കളിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു തോൽവി നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. സാറായാലും നമ്മുടെ പ്രിൻസിപ്പൾ ലളിതാമ്മ മാമായാലും നമ്മളൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല. നമ്മളെ ഇവിടെ സ്കൂളിൻ്റെ പേര് പോയിട്ട് ഇങ്ങനെ പറ്റിയിട്ട് അതൊന്നും പറഞ്ഞിട്ടില്ല. അവരിൽ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ആ സപ്പോർട്ട് കൊണ്ടാണ് തന്നെ നമ്മൾ അടുത്തതിൽ കുറച്ചുകൂടെ നമ്മളെല്ലാവരുടെയും കൈവിട്ട് കളിക്കുകയും അതിൽ അടുത്തിൽ നമ്മൾ സെക്കൻഡ് അടിച്ചു. അതിന് തൊട്ടടുത്ത് വരുന്ന ഇൻ്റർ സ്കൂൾ നമ്മൾ ചാമ്പ്യൻസാണ് ആയത്. സാറിന് അത് നേടിക്കൊടുക്കാൻ പറ്റി തന്നെയാണ് നമുക്ക് ഏറ്റവും വലിയ സന്തോഷം. അതേപോലെ ഇനിയും ഈ ഒരു ഇതേപോലെ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഉള്ളവർക്കും ഇതേപോലെ എല്ലാം അച്ചീവ്മെൻറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ഉള്ള പിള്ളേർക്ക് അതേ പൊട്ടൻഷ്യൽ ഉണ്ട്. ഇനി ഗ്രൗണ്ടിലൂടെയൊക്കെ വരുമ്പം അത് ഡബിൾ ആവും. അപ്പം എല്ലാവരും മാക്സിമം കളിച്ച് നന്നായിട്ട് വരാൻ നോക്കുക. സാറ് ക്വസ്റ്റ്യൻ ഒരു ക്യൂരിയോസിറ്റിയാണ്. സാർ ഈ ചിന്മയ ഫാമിലി വരുന്നതിന് തൊട്ട് മുമ്പ് വരെ സാറിൻ്റെ ലൈഫ് സ്പാൻ അല്ലെങ്കിൽ സാർ എങ്ങനെയായിരുന്നു അറിയാൻ വേണ്ടി നമുക്കൊരാഗ്രഹം അല്ലേ? ഞാൻ പഠിച്ച് കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്നത് ട്രിനിറ്റി എഞ്ചിനീയറിംഗ് കോളേജാണ്, നരുവമൂട് തന്നെയാണ്. അപ്പോൾ അവിടെ എഞ്ചിനീയറിംഗ് കോളേജിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ വലിയ ഇമ്പോർട്ടൻസ് നമുക്ക് പീരീഡൊന്നുമില്ല. പിന്നെ അവിടെ ഒരു ടീച്ചറിൻ്റെ പോസ്റ്റ് ഉണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ എനിക്ക് കോച്ചിങ് കാര്യങ്ങൾ അങ്ങനെ ഒന്നുമില്ല, എനിക്ക് പീരീഡ് പോലും ഇല്ല. പക്ഷെ ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, കോച്ചിങ് ചെയ്യാൻ തുടങ്ങിയത്. സത്യം പറയാൻ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അതുവരെ ഞാൻ കോച്ച് ചെയ്തിട്ടൊന്നുമില്ല. ഇവിടെ വന്ന് ഞാൻ 2014 ഇവിടെ ജോയിൻ ചെയ്തത്. 15-16 നമ്മൾ അങ്ങനെ ഒരു സ്പെഷ്യൽ കോച്ചിങ്ങിലോട്ടൊന്നും പോയിട്ടില്ല. 2017 എനിക്ക് തോന്നുന്നു നമ്മൾ ഒരു സ്പെഷ്യൽ കോച്ചിങ് പ്രോഗ്രാമിലോട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതൊരു മുമ്പ് വരെ നമ്മൾ അത്ലറ്റിക്സ് കാര്യങ്ങൾ അതൊക്കെ ആ ഒരു കോമ്പറ്റീഷൻ വരുന്ന സമയത്ത് ഒരാഴ്ച മുമ്പ് ജസ്റ്റ് അതിൻ്റെ റൂൾസ് കാര്യങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കും, ജസ്റ്റ് ഒരു ഫിറ്റ്നസ് വർക്കൗട്ട് അങ്ങനെയൊക്കെ ഉള്ളൂ. അപ്പം 2017 മുതലാണ് ഒരു പ്രൊഫഷണൽ ഒരു ഇവൻ്റ് എടുത്തിട്ട് നമ്മൾ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുന്നേ വരെ എനിക്കൊരു കോച്ചിങ് എക്സ്പീരിയൻസ് എന്ന സംഭവമില്ല. പക്ഷേ ഞാനത് ചെയ്തു തുടങ്ങിയതിന് ശേഷമാണ് ഇന്ന് ഇത്രയും വർഷമായിട്ട് എനിക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നു, ഒരുപാട് ഇതിലോട്ട് എനിക്ക് നല്ല രീതിയിൽ അത് സത്യം പറഞ്ഞാൽ എനിക്കത് ചെയ്യുന്ന കാര്യം, നമ്മൾ വിചാരിക്കുന്ന കാര്യം, നമ്മളൊരു കാര്യം എയിം ചെയ്ത് അത് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് കിട്ടുമെന്ന് എനിക്ക് എൻ്റെ അനുഭവത്തിൽ എനിക്ക് മനസ്സിലായത് നിങ്ങൾക്ക് ആ കോച്ചിങ് തന്ന് തുടങ്ങിയതിന് ശേഷം തന്നെയാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എനിക്ക് ഇപ്പോൾ ഉള്ള പിള്ളേരെയും കാട്ടി സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു ഫസ്റ്റ് ബാച്ച് എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ്. സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ബാച്ചിലെ പിള്ളേർ തന്നെ ഏകദേശം ആ ടീമിൽ കളിച്ച ഏകദേശം ഉള്ളവർ യൂണിവേഴ്സിറ്റി റെപ്രസെൻ്റ് ചെയ്തവരുണ്ട്, കേരള ടീമിനെ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. അതിലെനിക്ക് ഇത്രയും നല്ലൊരു അച്ചീവ്മെൻറ്റ് കിട്ടും ഞാൻ ഒരിക്കലും അത് വിചാരിച്ചില്ല. ഇപ്പോഴും നിങ്ങൾ പലരും കളിക്കുന്നവരാണ്. നിങ്ങളിൽ മിക്കവർക്കും സ്പോർട്സ് കോട്ടയിലാണ് ഡിഗ്രി അഡ്മിഷനും PG അഡ്മിഷനും കിട്ടിയവർ. അപ്പോൾ അത് എനിക്കൊരു വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. അപ്പോൾ അതെനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു വലിയൊരു അംഗീകാരം തന്നെയാണ് അല്ലേ. ഇവിടെ നമ്മുടെ സ്കൂൾ ടോപ്പർ എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു 500-ന് ഒരു 499 അല്ലെങ്കിൽ 498 മാർക്കൊക്കെ വാങ്ങിച്ച് പാസ്സാവാൻ കാര്യം. പക്ഷേ അവർക്ക് അഡ്മിഷൻ കിട്ടുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഇവിടെ സ്പോർട്സിൽ അച്ചീവ്മെൻ്റ് ഉള്ള പിള്ളേർക്ക് അഡ്മിഷൻ കിട്ടുന്നുണ്ട്, സ്പോർട്സ് കോട്ട ഡയറക്റ്റ് അഡ്മിഷൻ. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പോൾ ഹാൻഡ്ബോൾ എടുത്ത് പറയുകയാണെങ്കിൽ ഹാൻഡ്ബോൾ ഇന്ത്യയുടെ എല്ലാ ഫോഴ്സിലും, അതായത് എയർഫോഴ്സ്, നേവി, ആർമി, CSF, BSF അങ്ങനെയുള്ള എല്ലാ ഫോഴ്സിലും, ഇന്ത്യൻ റെയിൽവേ, ഇന്ത്യൻ നേവി, ഇങ്ങനെ എല്ലാ ഫോഴ്സിലും ടീമുണ്ട്. കേരള പോലീസിൽ ടീമുണ്ട്. ഇതല്ലാതെ തന്നെ PSC ടെസ്റ്റ് എഴുതിയിട്ട് നിങ്ങൾക്ക് സ്പോർട്സ് കോട്ടയിൽ ഗ്രേസ് മാർക്ക് കിട്ടുന്നുണ്ട്. PSCക്ക് തന്നെ മാർക്ക് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഫ്യൂച്ചറിലും ഇവിടുന്ന് എങ്ങനെയാണോ നിങ്ങൾ കളിച്ചു പോയത് അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്കൊരു എയിം വേണം. നിങ്ങളൊരു ഇൻ്റർനാഷണൽ നമ്മുടെ രാജ്യത്തിനെ പ്രതിനിധീകരിച്ചെങ്കിലും കളിക്കുന്ന ഒരു എയിമോട് കൂടി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് ആ ഒരു രീതിയിലുള്ള ഒരു അച്ചീവ്മെൻറ്റും നിങ്ങൾക്ക് നേടാൻ പറ്റും. അപ്പം നമുക്കിവിടെ നിങ്ങൾ +2 വരെ മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങളുടെ പീക്ക് ടൈമിൽ നിങ്ങൾ ഇവിടെയല്ല പഠിക്കുന്നത്, നിങ്ങളുടെ ബിഗിനിങ് സ്റ്റേജിലാണ് നിങ്ങൾ ഈ സ്കൂളിൽ പഠിച്ചത്. അപ്പോൾ അതിനുശേഷം നിങ്ങൾ കോളേജിലാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ കിട്ടുന്ന ഒരു ഫെസിലിറ്റീസ് അല്ലെങ്കിൽ ഇവിടെ കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് അവിടെ കിട്ടുമോ ഇല്ലെന്ന് എനിക്ക് അറിയില്ല. പക്ഷേ നിങ്ങൾ അത് എവിടെ ഉണ്ടോ അവിടെ പോയി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ ഫ്യൂച്ചറിലും നല്ലൊരു എന്താ ചെയ്യുക, നിങ്ങളൊരു ലൈഫ് സെറ്റിൽ ചെയ്യാനായിട്ട് ഈ സ്പോർട്സ് കൊണ്ട് നിങ്ങൾക്ക് സാധിക്കും. പക്ഷേ ഒരുപാട് മേഖലയിലോട്ട് നിങ്ങൾക്ക് തിരിഞ്ഞു പോകാൻ പറ്റും. ഇപ്പോൾ സ്പോർട്സ് സൈക്കോളജി എടുക്കാം, ഫിറ്റ്നസ് മേഖലയിലോട്ട് നിങ്ങൾക്ക് തിരിഞ്ഞു പോകാം, ഫിസിക്കൽ എഡ്യൂക്കേഷൻ എടുക്കാം, സ്പോർട്സ് കോച്ചസ് ആവാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങളുടെ ലൈഫ് സെറ്റിൽ ചെയ്യാനായിട്ട് ഇത് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. നമ്മളിപ്പോൾ ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഈ കരിയർ ഗൈഡൻസ് ഒക്കെ സാറ് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തത്, നമ്മൾ ഈ കോവിഡ് ടൈം കഴിഞ്ഞ് തിരിച്ച് സ്പോർട്സിലോട്ട് വരുന്ന സമയപ്പം പഴയ ഒരു ഫിസിക്കലല്ല നമുക്ക് അപ്പോൾ ആ കഴിഞ്ഞ് വരുന്ന സമയത്ത് അല്ലേ, നമുക്ക് ആ ടൈമിൽ നമുക്ക് കുറച്ച് ഫിസിക്കൽ
ഞാൻ ആ പഴയ രീതിയിലോട്ട് കളിക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്കാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഇഞ്ചുറി പറ്റിയത്. അങ്ങനെ ഒരു ഇഞ്ചുറി പറ്റി ഞാൻ ഡൗൺ ആയപ്പോഴത്തേക്കും ഞാൻ ഇനി എന്ത് എന്നുള്ളൊരിതായി, എനിക്കിനി സ്പോർട്സ് കളിക്കാൻ പറ്റത്തില്ലേ എന്ന ഈ ലിഗമെന്റ് ഇഞ്ചുറിയാണ് എനിക്ക് പറ്റിയത്. അപ്പോൾ ഇനി എന്തെന്നുള്ളൊരു ചിന്തയിൽ ഇരുന്നപ്പോഴും അപ്പോഴും എനിക്ക് സാറിനെയാണ് ഞാൻ സാറിനോട് ചോദിച്ച്, സാർ ഇങ്ങനെ എല്ലാം കഴിഞ്ഞു, ഓക്കെ ആയി, നടന്നൊക്കെ തുടങ്ങി, ഇനിയിപ്പം നേരെ എനിക്ക് ഹാൻഡ് ബോളിട്ട് ഇറങ്ങാൻ പറ്റത്തില്ല, റീഹാബിറ്റ് ചെയ്യണം. അപ്പോൾ സാറുണ്ട് തന്നെ എനിക്കൊരു കാര്യം ചെയ്യും, അമേരിക്കൻ ഫ്ലാഗ് ഫുട്ബോൾ എന്നൊരു ഗെയിമുണ്ട്, പുതിയൊരു ഗെയിമാണ്, എന്നെ റഗ്ബി പോലെ കളിച്ച് വരുന്നൊരു ഗെയിമാണ് എന്ന് പറഞ്ഞാൽ സാറ് എന്നെ അതിലോട്ട് പറയുന്നത്, സാറാണ് എന്നെ ഇത് ചെയ്യുന്നത്. അതേപോലെ ടെന്നീസ് ക്രിക്കറ്റും സാറാണ് എന്നെ എനിക്കൊരു ഇത് തരുന്നത്, ഗൈഡൻസ് തരുന്നത്. അങ്ങനെയാണ് ഞാൻ ടെന്നീസ് ക്രിക്കറ്റും അമേരിക്കൻ ഫ്ലാഗ് ഫുട്ബോളും കളിക്കാൻ പോകുന്നത്. ടെന്നീസ് ക്രിക്കറ്റിൽ എനിക്ക് കേരള ടീം കളിക്കാൻ പറ്റിയിട്ടുണ്ട്, അത് ഞാനൊരു ഭാഗ്യമായിട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ അമേരിക്കൻ ഫ്ലാഗ് ഫുട്ബോൾ ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ അതിന് മുമ്പിലത്തെ വർഷം നമ്മൾ ചാമ്പ്യൻസ് ആയിരുന്നു, അത് ഈ കഴിഞ്ഞ വർഷം നമ്മൾ റണ്ണേഴ്സ് അപ്പ് ആയിരുന്നു. ആ 2 വർഷം എനിക്കത് പൊസിഷൻ വന്നിട്ടുണ്ട്. അങ്ങനെ പുതിയൊരു ഗെയിമിലോട്ട് ഞാൻ ഇറങ്ങാൻ കാരണം സാറ് തന്നെയാണ്. അപ്പോൾ എനിക്കിപ്പം അത് കഴിഞ്ഞിപ്പോൾ ഹാൻഡ് ബോൾ കളിക്കാനും പറ്റി. അത് കഴിഞ്ഞാണ് ഞാൻ ഈ ഒരു എന്താണ് റിലീഫായിട്ട്, അതിൽ നിന്ന് റിലീഫായി, പെയിനിൽ നിന്നൊക്കെ റിലീഫായി ഞാൻ തിരിച്ച് വന്ന് ഞാൻ ഹാൻഡ് ബോൾ കളിച്ച് ഞാൻ ഇന്റർ യൂണിവേഴ്സിറ്റി തേർഡ് അടിക്കുന്നത്. അത് ക്രൈസ്റ്റ് കോളേജിൽ അങ്ങനെ വലിയൊരു ടീമൊന്നും ഇല്ലാത്തൊരു കോളേജാണ്. ഞാൻ അവിടെയുള്ള പിള്ളേരെല്ലാവരും സാറ് പറഞ്ഞതൊക്കെ വെച്ച് പഠിപ്പിച്ചെടുത്ത് അങ്ങനെ ടീം ഇറക്കി. പിന്നെ ലക്ക് ഫാക്ടറും കൂടെ ഉണ്ടോ നമ്മൾ അവിടെ ഇന്റർ യൂണിവേഴ്സിറ്റി തേർഡ് അടിക്കുന്നത്. ഇതൊക്കെ എനിക്കിപ്പം സാറിങ്ങനെ പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത്. അങ്ങനെ അതാണ് ഞാനിപ്പോൾ ഷെയർ ചെയ്തത്. എനിക്ക് പറയേണ്ടത്, സ്കൂളിൽ പഠിച്ചിരുന്നപ്പോഴും സാറിനെ ഒരു നല്ല രീതിക്കാണ് സപ്പോർട്ട് ചെയ്തത്. അതിപ്പം സ്കൂൾ കഴിഞ്ഞിട്ടായാലും സാറിൻ്റെ കാര്യങ്ങളൊക്കെ വിളിച്ചിങ്ങനെ അന്വേഷിക്കുകയൊക്കെ ഉണ്ടായിരുന്നു. പല നാഷണൽസ് പോയ സമയത്തും നാഷണൽ സെലക്ഷൻ്റെ എല്ലാ സമയത്തും സാറെന്നെ വിളിച്ച് ഓരോ കാര്യവും കറക്റ്റായിട്ട് പറഞ്ഞു തരുമായിരുന്നു, എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെ. സാറായിരുന്നു എന്നെ ആ സമയത്തും മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ എനിക്കും ഇതേ കണക്കൊരു ഇഞ്ചുറി പറ്റിയായിരുന്നു, ലിഗമെൻറ്റ് ഇഞ്ചുറി. ആ സമയത്തും സാറെന്നെ വിളിച്ച് എൻ്റെ കാര്യങ്ങളെല്ലാം അന്വേഷിക്കാറുണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ ആദ്യം ഈ സ്പോർട്സിനോട് ഒരു താല്പര്യമില്ലാത്തൊരു വീട്ടുകാരായിരുന്നു. അവർക്കൊരു ഇൻട്രസ്റ്റ് ഇല്ല സ്പോർട്സിലോട്ട് വിടാൻ വേണ്ടി. ആ സമയത്തും സാറാണ് എന്നെ വീട്ടിലെല്ലാവരും വിളിച്ച് കൺവിൻസ് ചെയ്തതും എല്ലാം സാറായിരുന്നു. ഇത്രയും നേരം നമ്മൾ നിങ്ങളുടെ അച്ചീവ്മെൻറ്റ്, നമ്മുടെ കാര്യങ്ങളെല്ലാം പറയും. ഇതിൻ്റെ പിന്നിൽ ഞാൻ മാത്രമല്ല, ഇവിടുത്തെ ടീച്ചേഴ്സ് ആയിരുന്നാലും പ്രിൻസിപ്പൾ ആയിരുന്നാലും ഇവിടുത്തെ നോൺ ടീച്ചിങ് സ്റ്റാഫിൻ്റെ അവരുടെ നല്ലൊരു സപ്പോർട്ടുണ്ട്. അപ്പോൾ അത് നമ്മളൊരിക്കലും കാണാതെ പോകുന്നത് ശരിയല്ല. അപ്പോൾ അതിനെപ്പറ്റി പറയാം. ഇപ്പോൾ ഇവിടെ നമ്മൾ ഇപ്പോൾ ഒരു ഗെയിം ആയാലും എന്ത് പുതിയൊരു സംഭവം കൊണ്ടുവരണമെങ്കിൽ നമ്മൾ പ്രിൻസിപ്പളിൻ്റെ പെർമിഷൻ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാനിപ്പോൾ എന്ത് കാര്യം പോയി പറഞ്ഞാലും അത് പോസിറ്റീവായിട്ട് എടുത്ത് എനിക്കതിനുള്ള ഒരു ഫ്രീഡം തരുന്നതുകൊണ്ടാണ് ഇത്രയും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ പ്രിൻസിപ്പളിൻ്റെ സൈഡിൽ ഇപ്പോൾ ഏതൊരു ഇവൻറ്റ് നമ്മൾ പറയാം, ടീച്ചർ ഇങ്ങനെ കോമ്പറ്റീഷൻ ഉണ്ട്, അത് ടീച്ചർ ഉറപ്പായിട്ട് അത് കൊണ്ടുപോയിക്കോ എന്നുള്ള രീതിയിൽ പറയും. രണ്ടാമത്തെ കാര്യം, ഇവിടെ ഒരു കോമ്പറ്റീഷന് പോകുന്ന സമയത്ത് ബാക്കിയുള്ള സ്കൂൾ നമ്മളെ ബ്രാഞ്ചിൽ നിന്ന് എടുത്താൽ തന്നെ അറിയാൻ പറ്റും. 10th plus 2 പിള്ളേർ മാക്സിമം അവർ എന്ത് ചെയ്യില്ല, കോമ്പറ്റീഷൻ ഇറക്കില്ല. പക്ഷെ നമ്മൾ ഇവിടെ ആ ഒരു ഇവൻറ്റിന് ആരാണ് ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യുന്നത് ആ ആളിനെ തന്നെയാണ് നമ്മൾ കോമ്പറ്റീഷൻ ഇറക്കുന്നത്. അതുകൂടാതെ നമ്മൾ എക്സാം നടക്കുന്ന സമയത്താണെങ്കിൽ പോലും ഇവരെ കോമ്പറ്റീഷൻ വിടുകയും ഇവരുടെ എക്സാം പിന്നീട് ഒരു ദിവസം ഇവർക്ക് മിസ്സാവുന്ന എക്സാം ടീച്ചർ അറേഞ്ച് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ പ്രിൻസിപ്പളിൻ്റെ സൈഡിൽ നിന്ന് നല്ല രീതിയിലുള്ള സപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ടീച്ചേഴ്സ്, ഇവിടെ നിങ്ങൾ കളിക്കാൻ പോകുന്ന സമയത്ത് എല്ലാം ഓൺലൈൻ രജിസ്ട്രേഷനാണ്. അപ്പോൾ ഇതെല്ലാം ഞാൻ ആരുടെയും ഓൺലൈൻ രജിസ്ട്രേഷൻ ഇതുവരെ ചെയ്തിട്ടില്ല. ഇവിടുത്തെ ടീച്ചേഴ്സ് തന്നെയാണ് എനിക്കത് ചെയ്തു തരുന്നത്. പ്രത്യേകിച്ച് തന്നെ ടീച്ചർ, അശ്വതി ടീച്ചർ. ചില ടീച്ചേഴ്സ് ഇവിടെ നിന്ന് ട്രാൻസ്ഫറായി വേറെ ബ്രാഞ്ചിൽ പോയിട്ട് പോലും ഞാൻ വിളിച്ച ടീച്ചർ ഒരു 2-3 ഓൺലൈൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ പോലും അവരെനിക്ക് ചെയ്ത് തരാറുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ നല്ല രീതിയിൽ എന്നെ ഇവിടുത്തെ ടീച്ചേഴ്സ് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഇവിടുത്തെ നോൺ ടീച്ചിങ് സ്റ്റാഫ് മിക്കവാറും കോമ്പറ്റീഷൻ നടക്കുന്നത് സാറ്റർഡേ സൺഡേ ദിവസങ്ങളിലായിരിക്കും. അപ്പം അവർ നമുക്ക് എവിടെ കോമ്പറ്റീഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും നമ്മളെ കൂടെ വന്ന് അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് അവരുടെ കാര്യം നോക്കി പോകാറില്ല. അവർ വന്ന് നമ്മളെ കൂടെ ഇരുന്ന് പിള്ളേരെ മാക്സിമം സപ്പോർട്ട് ചെയ്യിപ്പിച്ച് പിള്ളേർക്ക് വെള്ളം ഇങ്ങനെ എന്ത് ആവശ്യമുണ്ടെങ്കിലും അവർ തന്നെ അത് ക്ലിയർ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് സപ്പോർട്ട് എനിക്ക് കിട്ടുന്നതുകൊണ്ടാണ് എനിക്ക് ഇവിടെ ഇത്രയും നല്ലൊരു അച്ചീവ്മെൻറ്റ് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ എന്ത് കാര്യത്തിനാണ് നമ്മൾ സ്പോർട്സ് ഡേ നടത്തിയാൽ പോലും ഇവിടുത്തെ നോൺ ടീച്ചിങ് ടീച്ചേഴ്സിൻ്റെയൊക്കെ നല്ലൊരു സപ്പോർട്ടുണ്ട്. പിന്നെ നമുക്ക് ചില സാഹചര്യങ്ങളിൽ നമ്മൾ കോമ്പറ്റീഷൻ പോകുന്ന സമയത്ത് നമുക്ക് സാമ്പത്തികമായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന സമയത്ത് ഇവിടുത്തെ ടീച്ചേഴ്സ് നമുക്ക് സ്പോൺസർഷിപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞ ത്രോ ബോൾ കോമ്പറ്റീഷൻ്റെ സമയത്ത് നമുക്ക് ഇവിടുന്ന് ഒരു ടീച്ചർ അത് ടീഷർട്ട് നമുക്ക് സ്പോൺസർ ചെയ്യുക, അത്രയും കുട്ടികൾ ഉള്ള ടീഷർട്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള എല്ലാവരുടെയും കൂടെ ഒരു സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇത്രയും നല്ല രീതിയിൽ സ്പോർട്സിന് ഇവിടെ എന്ത് ചെയ്യുന്നത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്. മിക്കവാറും CBSE സ്കൂളുകളിൽ ഒരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറിൻ്റെ ജോലി എന്ന് പറയുന്നത് ഒന്നുകിൽ ഒരു ഗേറ്റ് വാച്ച്മാൻ ആയിരിക്കും, ഇല്ലെങ്കിൽ ഒരു ഡിസിപ്ലിൻ. ഇതിനപ്പുറത്തോട്ട് വേറെ ഒന്നും അവർ എക്സ്പെക്റ്റ് ചെയ്യാറില്ല. പക്ഷേ ഇവിടെ ഞാൻ വന്നിട്ട് ഏകദേശം 10-11 വർഷത്തിൽ കൂടുതലായി. ഇന്ന് വരെ എൻ്റെ ജോലി അല്ലാതെ എനിക്ക് വേറൊരു ജോലി
എനിക്ക് ചെയ്യാനായിട്ട് എൻ്റെ അടുത്ത് ആരും പറഞ്ഞിട്ടുമില്ല. ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എനിക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് ഇതായിട്ടാണ് എനിക്കത് ഫീൽ ചെയ്യുന്നത്. ഒരു ഡിസിപ്ലിന് നോക്കി അതിന് നോക്കി ഒരിക്കലും ഒരു പിള്ളേർക്ക് ബെനിഫിറ്റ് ഉണ്ടാകുന്ന ഒരു കാര്യം നടക്കും. പക്ഷേ നമ്മൾ നേരെ തിരിച്ചാണ്. എന്താണോ ഒരു ടീച്ചർ, ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറിൽ നിന്ന് കുട്ടികൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ആ രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയാണ് ഇവിടുത്തെ പ്രിൻസിപ്പൾ ആയിരുന്നാലും മറ്റ് സ്റ്റാഫുകളായിരുന്നാലും ചെയ്യുന്നത്. അത് ഭയങ്കരമായിട്ടൊരു പോസിറ്റീവ് സൈഡായിട്ട് തന്നെയാണ് എനിക്കത് ഫീൽ ചെയ്യുന്നത്. അത് നേരെ സംസാരിച്ചപ്പോൾ കുറേ പഴയ കാര്യങ്ങളൊക്കെ ഓർക്കാൻ പറ്റി. ഇനിയും നമ്മൾ ഇതേപോലെ കോൺടാക്റ്റ് ആണെന്ന് എനിക്കറിയാം. ഇനി എന്തും ഡൗട്ട് ഉണ്ടെങ്കിൽ സാറെ തന്നെ അത് ഞാൻ വിളിക്കും. സാറ് തന്നെയാണ് ഇപ്പോഴും നമ്മുടെ സാറെന്ന് നമ്മൾ വിളിക്കുന്നുണ്ട്. അത് ആ ഒരു മനസ്സുകൊണ്ട് തന്നെയാണ്. അതൊക്കെ പഴയ കാര്യങ്ങൾ കുറേ ഓർക്കാൻ പറ്റിയല്ലേ. എനിക്കും ഇപ്പം ഇതൊക്കെ തന്നെ സാറേ പറയാനുള്ളൂ. അതായത് എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാൻ ആദ്യം സാറിനെ തന്നെയാണ് വിളിക്കുന്നത്. അപ്പം താങ്ക് യു സാർ. ഇത്രയും ഇപ്പം ഞാൻ ഇപ്പം എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിലും അത് സാറ് കാരണമാണ്. അപ്പം അതിനൊരു ബിഗ് താങ്ക് യു.